നമസ്കാരം. കുട്ടികളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 16 വരിയുടെ ആദ്യത്തെ 16 വരികളുടെ അർത്ഥവാശയമൊക്കെ വിശദമാക്കി തന്നിരുന്നു. അതെല്ലാവരും തന്നെ വായിച്ചു നോക്കിയിട്ടുണ്ടാവുന്നു. ആർക്കും സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. എവിടെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്? എന്താണ്? അഗ്നി സന്തപ്ത ലോഹസ്താംബ ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുര. അവിടം വരെ എന്താണ്? ഈ ലോകത്തെ സുഖഭോഗങ്ങളെല്ലാം തന്നെ നശ്വരമാണെന്നും അത് മർത്യജന്മം തന്നെ എന്താണ്? ചുട്ടുപഴുത്തിരിക്കുന്ന ലോഹത്തകിടിൽ വീണ അമ്പുബിന്ദു പോലെ, ജലഗണം പോലെ ക്ഷണികമാണെന്നും നമ്മൾ പഠിച്ചു അല്ലേ? മർത്യജന്മം മനുഷ്യജന്മം ക്ഷണഭംഗുരം, വേഗത്തിൽ നശിക്കുന്നത്. അടുത്ത വരികൾ ശ്രദ്ധിച്ചോളുക, വളരെ പ്രധാനപ്പെട്ട വരികളാണ്. ചക്ഷുശ്രവണഗ്ലസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ചക്ഷുശ്രവണഗ്ലസ്ഥമാം ദർദുരം. ചക്ഷുശ്രവണൻ പാമ്പ്. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള എന്ത് ചെയ്യുന്നു? അവിടെ ഇരുന്നുകൊണ്ട് താൻ മരണത്തിലേക്കാണ്, അടുത്ത നിമിഷം മരണത്തിലേക്കാണ്, പാമ്പിന്റെ വയറ്റിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കാതെ തനിക്ക് മുന്നിൽ കൂടി പായുന്ന ഒരു ചെറു പ്രാണിയെ ഭക്ഷിക്കുന്നതിന് വേണ്ടി അത് പാമ്പിന്റെ വായിൽ ഇരുന്നു കൊണ്ട് തന്നെ നാവ് നീട്ടുന്നതിന് തുല്യമാണ്. എന്താ? കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അതുപോലെ കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്ന സമൂഹം ചഞ്ചലചിത്തരായി, ആലോല ചേതസ ചഞ്ചലചിത്തരായിട്ട് ഭോഗങ്ങൾ തേടുന്നു. ഭോഗങ്ങൾ എന്താണ്? ഈ ലോകത്ത് ലഭ്യമായ സുഖ എല്ലാത്തിനെയും കൂടിയാണ് എന്തെന്ന് ഭോഗങ്ങൾ എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഐഹികമായ സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്ന മനുഷ്യ സമൂഹത്തെ കവി എന്തായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു? പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ഭക്ഷണത്തിന് വാതുറക്കുന്നത് പോലെ അർത്ഥശൂന്യമാണ്. കാലാത്മാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്ന ലോകം സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചക്ഷുശ്രവണ ഗളസ്ഥം. ചക്ഷുശ്രവണൻ പാമ്പ്. ഗളം വായ. ഗളസ്ഥമാം ദർദുരം. ദർദുരം തവള, മണ്ഡൂക. കാലാഹി ആരാണ്? കാലാഹിന. അഹി പാമ്പ്. കാലമാകുന്ന അഹി. കാലത്തിനും അഹിക്കും അഭേദകൽപ്പന ചെയ്തിരിക്കുന്നു. അവിടെ എന്താണ്? രൂപക അലങ്കാരവും അവിടെ വന്നിട്ടുണ്ട്. കാലാഹീന, കാലത്തിനും അഹിക്കും ഭേദമില്ല, വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കാലാഹീന പരിഗ്രസ്തമാം വിഴുങ്ങപ്പെട്ടത്. പരിഗ്രസ്തം വിഴുങ്ങപ്പെട്ടത്. ലോകവും ആലോല ചേതസ്. ആലോല ചേതസ് എന്ന് പറഞ്ഞാൽ ചഞ്ചലമായ മനസ്സോടുകൂടി ഭോഗങ്ങൾ തേടുന്നു, സുഖഭോഗങ്ങൾക്ക് പിന്നാലെ പായുന്നു. ഇനി അടുത്ത് എന്താ? പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. പുത്രൻ, മിത്രം, അർത്ഥം എന്താ? അർത്ഥം എന്താ? സമ്പത്ത്. അർത്ഥത്തിന് പൊരുൾ എന്നൊരർത്ഥമുണ്ട്, സമ്പത്ത് എന്ന് മറ്റൊരർത്ഥമുണ്ട്. കാവ്യഭാഗത്ത് അർത്ഥമെന്ന വാക്ക് ഏതർത്ഥത്തിലാണ്, ഏത് മീനിങ്ങിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സമ്പത്ത്, ധനം എന്ന അർത്ഥത്തില് കേട്ടോ. പുത്രൻ, മിത്രം, അർത്ഥം, പിന്നെന്താണ്? കളത്രാദി സംഗമം. കളത്രം, ഭാര്യ. അങ്ങനെ നമ്മൾ ഈ ലോകത്ത് കാണപ്പെടുന്ന എല്ലാവിധത്തിലുള്ള ബന്ധങ്ങളും സുഖ സൗകര്യങ്ങളും എല്ലാം തന്നെ എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. അല്പകാലം മാത്രം സ്ഥിതി ചെയ്യുന്നതാണ്. ഇതൊന്നും നമ്മളോടൊപ്പം ലോകാവസാനം വരെ ഉണ്ടായിരിക്കുകയില്ല, ജീവിതാവസാനം വരെ ഉണ്ടായിരിക്കുകയില്ല. ഇത് സുഖഭോഗങ്ങൾക്ക് പിന്നാലെ സന്മാർഗത്തിന്റെ പാതയെല്ലാം വെടിഞ്ഞിട്ട് പായുന്ന ഒരു മനുഷ്യ സമൂഹത്തെ തത്വചിന്തയിലൂടെ, ഭക്തിയിലൂടെ നേർവഴിക്ക് നയിക്കുക എന്നുള്ള ഉദ്യമത്തോടു കൂടി കവി പറയുന്ന വാക്കുകളാണ് ശ്രീരാമനിലൂടെ ഇവിടെ വ്യക്തമാക്കുന്നത്. എന്താണ്? പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ. ഇവയൊക്കെ തന്നെ ബന്ധങ്ങൾ, നമ്മൾ പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ ബന്ധങ്ങൾ. പിന്നെന്താണ്? സമ്പത്ത്. ഇതെല്ലാം തന്നെ ഭാര്യയെന്നും ഭർത്താവെന്നും ഒക്കെയുള്ള
മാനുഷികമായ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും എല്ലാത്തരം സുഖ സൗകര്യങ്ങളും എല്ലാം അല്പകാലം മാത്രം സ്ഥിതി ചെയ്യുന്നതാണ്. അവയൊന്നും അങ്ങോളം നിലനിൽക്കുന്നതല്ല. അത് നീ ഓർക്കാം. പിന്നെ അങ്ങനെ പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം. പിന്നെന്താ, അവിടെയും പ്രധാനപ്പെട്ട വരികളാണ്, പ്രധാനപ്പെട്ട ആശയമാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. പാന്ധർ ആരാണ്? പാന്ധർ വഴിയാത്രക്കാർ. പെരുവഴി അമ്പലം സത്രം. പാന്ധർ പഥികർ അല്ലെങ്കിൽ വഴിയാത്രക്കാർ. പെരുവഴി അമ്പലം സത്രം. പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി. വഴിയാത്രക്കാര് യാത്ര ചെയ്ത് ക്ഷീണിതരായി കഴിയുമ്പോൾ, താന്തർ ക്ഷീണിതരായി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? വിശ്രമിക്കുന്നതിന് വേണ്ടി, അല്പനേരത്തെ വിശ്രമത്തിനും ആഹാരം കഴിക്കുന്നതിനും ഒക്കെ വേണ്ടി അവര് വഴിയമ്പലത്തിൽ ഒത്തുചേരുന്നു. ഏതെല്ലാമോ ദിക്കുകളിൽ നിന്ന് വന്നവരാണ് അല്ലെ, എവിടേക്കോ നാളെ പിരിഞ്ഞു പോകേണ്ടവരാണ്. അവരെല്ലാവരും കൂടി വിശ്രമത്തിനായിട്ട് വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ ഒരുമിച്ച് ചേരുന്നു. അതുപോലെ പിന്നെന്താ, താന്തരായി കൂടി വിയോഗം വരും പോലെ, പിറ്റേ ദിവസം തന്നെ അവര് വിശ്രമമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ വഴിക്ക് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു. അങ്ങനെ വിയോഗം വരും പോലെ, വിയോഗം വേർപാട്. പിന്നെന്താ, നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. നദിയിലൂടെ ഒഴുകി, എവിടെ നിന്നില്ലാതെ ഒഴുകി വന്ന് ഒഴുക്കിന്റെ ഗതി അനുസരിച്ച് പരസ്പരം കൂടിച്ചേരുകയും പിന്നെ അതിന്റെ ചുഴികളിലും മലരികളിലും ഒക്കെ പെട്ട് പല ദിക്കിലായിട്ട് വേർപിരിഞ്ഞു പോകുകയും ചെയ്യുന്ന തടിക്കഷ്ണങ്ങൾ പോലെയും ചഞ്ചലമാണ്, അസ്ഥിരമാണ്. എന്ത്? ആലയ സംഗമം. ഒരു ഭവനത്തിൽ അച്ഛനെന്നും അമ്മയെന്നും മകനെന്നും മകളെന്നും ഒക്കെ പേരിൽ ഒരുമിച്ച് കൂടി ഒരു കുടുംബത്തിൽ പരസ്പരം ബന്ധിക്കപ്പെട്ട സ്നേഹത്താൽ രക്തത്താലൊക്കെ ബന്ധിക്കപ്പെട്ട് കഴിയുന്ന ആ ഒരു സംഗമം, ആ ഒരു കൂടിച്ചേരൽ എന്തിനോടെല്ലാമാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? രണ്ട് കാര്യങ്ങളോട് ഉപമിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, വഴിയാത്രക്കാർ പെരുവഴി അമ്പലത്തിൽ ഒന്നിച്ചു ചേർന്നിട്ട് ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവരവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് യാത്ര പറഞ്ഞ് വേർപിരിഞ്ഞു പോകുന്നത് പോലെയും, നദിയിലൂടെ പല ദിക്കിൽ നിന്നായിട്ട് ഒഴുകി വരുന്ന തടികൾ നദിയുടെ ഒഴുക്കിനനുസരിച്ച് ഒരുമിച്ച് ചേരുകയും പിന്നീട് അതിന്റെ ഗതി മാറുന്നതിനനുസരിച്ച് വേർപിരിഞ്ഞു പോവുകയും ചെയ്യുന്ന തടികളോടും എന്താണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോ ആലയ സംഗമത്തിനെ രണ്ട് കാര്യങ്ങളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്? മാലോപമ അലങ്കാരം വരും. ഒരു ഉപമേയത്തെ തന്നെ പല ഉപമാനം കൊണ്ട് ഉപമിച്ചിരിക്കുന്നു. അതിനാൽ ഉപമേയം എന്ന് പറയുന്നത് ഏതിനെയാണോ ഉപമിക്കുന്നത് അത് ഉപമേയം. എന്തെല്ലാം കൊണ്ടാണോ ഉപമിച്ചിരിക്കുന്നത് അതിനെ ഉപമാനം എന്നും പറയും. മാലോപമ ഒരെണ്ണത്തെ പലതോട് ഉപമിപ്പതാം എന്ന് ലക്ഷണം. എന്താണ്? ഒരു ഭവനത്തിൽ, ഗൃഹത്തിൽ നമ്മൾ അച്ഛനമ്മമാര്, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ് എന്നൊക്കെയുള്ള ബന്ധങ്ങൾ കൊണ്ട് പരസ്പരം കെട്ടപ്പെട്ട് ഒരു ഭവനത്തിൽ ഒന്നു ചേർന്ന് ജീവിക്കുന്നതിന് അത് അസ്ഥിരമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി അതിനെ എന്തിനോടെല്ലാം സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്? ആ സംഗമം, ആ കൂടിച്ചേരൽ എന്നൊന്നും നിലനിൽക്കുന്നതല്ലാതെ അതും ക്ഷണികമാണ്. അതെപ്പോൾ വേണമെങ്കിലും ആരെങ്കിലുമൊക്കെ നമ്മളെ വിട്ട് പോയേക്കാം, കാലത്തിന്റെ പ്രവാഹത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയേക്കാം, വേർപിരിഞ്ഞു പോയേക്കാം എന്ന്, അത് സ്ഥിരമല്ല ആ ബന്ധങ്ങളൊന്നും തന്നെ എന്ന് കാണിക്കുന്നതിന് വേണ്ടി കവി രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണത്? ഒന്ന്, പാന്ധർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോൾ വഴിയാത്രക്കാര് സത്രത്തിൽ, പണ്ട് കാലത്ത് എന്തില്ല, ഇന്നത്തെ പോലെ വലിയ വലിയ റെസ്റ്റോറന്റുകളും റിസോർട്ടുകളും ഒന്നും ഇല്ല. അപ്പം വാഹന സൗകര്യങ്ങളും ഇല്ല. കാളവണ്ടിയോ അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളൊക്കെ, കുതിരവണ്ടി അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. യാത്രാ സൗകര്യങ്ങളൊക്കെ കുറവുള്ള കാലഘട്ടം. അപ്പൊ ആളുകള് കാൽനടയായിട്ടാണ് ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് പോയിരുന്നു. അപ്പം ആഹാരമൊക്കെ പൊതിഞ്ഞു കെട്ടി പാഥേയം, പൊതിച്ചോറും ഒക്കെ ആയിട്ടായിരിക്കും
പോകുന്നത്. യാത്ര ചെയ്ത് നടന്ന് ക്ഷീണിച്ചു കഴിയുമ്പോൾ അവിടങ്ങളിലായിട്ട് ഈ യാത്രക്കാരെ ഉദ്ദേശിച്ച് സത്രങ്ങൾ ഉണ്ടായിരിക്കും. യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങൾ. അവിടെ കയറിയിരുന്ന് വിശ്രമിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തിട്ട് ആ അല്പനേരത്തേക്ക് മാത്രമാണ് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെ. അത് അവരുടെ വിശ്രമ വേള കഴിഞ്ഞു കഴിയുമ്പോൾ അവരവരുടെ സമയമായി കഴിയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ വഴിക്ക് വേർപിരിഞ്ഞു പോകുന്നു. എല്ലാവരും അവിടെ തന്നെ സ്ഥിരതാമസമാക്കുവോ? ഇല്ല. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു. അതുപോലെ പിന്നെ നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണം എങ്ങനെയാണത്? നദിയുടെ ഒഴുകിനനുസരിച്ച് ചിലപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരേ ദിക്കിലേക്ക് ഒഴുകിയെന്നിരിക്കാം. പിന്നീട് ഒഴുക്കിന്റെ ഗതി മാറുന്നതിനനുസരിച്ച് ഇവയെല്ലാം ഗതി മാറി ഒഴുകിയെന്നും ഇരിക്കാം. ചുഴികളിലും മലരുകളിലും ഒക്കെ പെട്ട് പോയെന്നും ഇരിക്കാം. അതുപോലെ ചഞ്ചലമാണ്, അതുപോലെ അസ്ഥിരമാണ് കുടുംബത്തിൽ എല്ലാവരും തമ്മിൽ. ഒരു കുടുംബത്തിൽ കൂട്ടായിട്ട് അച്ഛനെന്നോ അമ്മയെന്നോ ഒക്കെയുള്ള ബന്ധത്താൽ കെട്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കുന്നു. ആ ജീവിതവും അസ്ഥിരമാണ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെയോ, ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. ഇത് മാത്രമല്ല, ആലയം ഭവനം, ഒരു ഭവനത്തിൽ എല്ലാവരും ഒന്നിച്ചുകൂടി പരസ്പരം ബന്ധത്താൽ കെട്ടപ്പെട്ട് കഴിയുന്നത് അസ്ഥിരമാണ്. അതുപോലെ തന്നെ ഐശ്വര്യവും അസ്ഥിരമാണ്. ലക്ഷ്മി ആരാ? ലക്ഷ്മി ഐശ്വര്യ ദേവതയാണ് അല്ലെ. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം. യൗവനം ആ പുനരധ്രുവം, വീണ്ടും ആ ദിക്കിൽ തന്നെ. ഇപ്പൊ നിങ്ങളെല്ലാവരും കൗമാരക്കാരായ കുട്ടികളാണ്. നിങ്ങളുടെ ഈ പ്രായം, നിങ്ങളുടെ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ബാല്യം കടന്നിട്ടാണ് നിങ്ങൾ കൗമാരത്തിലെത്തിയത്. ഇനി കൗമാരം കഴിഞ്ഞ് നിങ്ങൾ യൗവനത്തിലെത്തും. യൗവനം കഴിയുമ്പോൾ എന്താകും? മധ്യവയസ്കരാകും. പിന്നെ വാർദ്ധക്യത്തിലെത്തും അല്ലെ. ആർക്കെങ്കിലും യൗവനത്തിലായിരിക്കുന്നവർക്ക് ആ ഒരു ദിക്കിൽ തന്നെ യൗവനകാലം, യൗവനാവസ്ഥ അങ്ങനെ തന്നെ അവിടെ തന്നെ നിലനിൽക്കുവോ? ഇല്ല. അത് മാറി വരും. കാലചക്രം തിരിയുന്നതിനനുസരിച്ച് നമ്മുടെ അവസ്ഥകൾ, ഓരോ മനുഷ്യരുടെ മാത്രമല്ല ഓരോ ജീവജാലങ്ങളുടെ അവസ്ഥകളും മാറി വരും. സസ്യങ്ങളായാലും ജന്തുക്കളായാലും മനുഷ്യരായാലും അവസ്ഥാന്തരങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മിയും അസ്ഥിരയാണ്, ഐശ്വര്യം സ്ഥിരമല്ല. നിൽക്കുമോ യൗവനവും പുനരധ്രുവം. വീണ്ടും ആ ധ്രുവം, ആ ദിക്കിൽ തന്നെ യൗവനം, യുവത്വം നിലനിൽക്കുമോ? ഇല്ല. യൗവനം എന്തിനും വഴിമാറും? വാർദ്ധക്യത്തിന് വഴിമാറും. പിന്നെയോ, സ്വപ്ന സമാനം കളത്രസുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. കളത്രസുഖം, ഭാര്യാസുഖം എന്ന് പറയുന്നതും അതിനും എന്തില്ല? സ്വപ്ന സമാനമാണ്. അത് ഒരു സ്വപ്നം, രാത്രിയിൽ കണ്ട സ്വപ്നം പകല് ഉണർന്നെണീറ്റ് കഴിയുമ്പോൾ അത് നമ്മുടെ കൺമുന്നിൽ ഇല്ല, മാഞ്ഞു പോകും അല്ലെ. അതാണ് പറഞ്ഞിരിക്കുന്നത്, സ്വപ്ന സമാനമാണ്, സ്വപ്നത്തിന് തുല്യമാണ് ഭാര്യാസുഖം. അതും നമ്മളെ വിട്ട് പോകും. പിന്നെയോ, കളത്രസുഖം നൃണ, മനുഷ്യർക്ക് അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. ആയുസ്സും അല്പമേ ഉള്ള, ഐശ്വര്യം സ്ഥിരമല്ല, സ്വപ്ന സമാനമാണ് കളത്രസുഖം, ഭാര്യാസുഖം. പിന്നെന്താണ്? അല്പമായുസ്. നീ വിചാരിക്കുക, വിചാരിക്കുക, നീ അത് മനസ്സിലാക്കുക. മനുഷ്യന് നൃണ, മനുഷ്യൻ മർത്യന് അല്പമായുസ്, ആയുസ്സും അല്പമാണ്, നീ അത് മനസ്സിലാക്കുക ലക്ഷ്മണ. രാഗാതി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. രാഗദ്വേഷം മതമാത്സര്യാദി എല്ലാം സങ്കുലമായിട്ടുള്ളവയെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ സംസാരം, ഈ ലോകം ആകപ്പാടെ ചിന്തിച്ചു നോക്കിയാൽ സ്വപ്നതുല്യം, ഈ ലോകത്തെ സകലതും രാഗാതി സങ്കുലമായ സകലമാന സുഖഭോഗങ്ങളും എന്താണ്? സ്വപ്ന സമാനമാണ്. ഒരു സ്വപ്നത്തിന്റെ എത്ര ദൈർഘ്യം മാത്രമേ ഇവയ്ക്കൊക്കെ ഉള്ളൂ. സഖേ, സഖേ സുഹൃത്തേ എന്ന് രാമൻ പറയുന്നു. ഇത്രയുമാണ് ആദ്യ ഭാഗം. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും ഭാഗത്തെ ആശയം മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കുറച്ച് വാക്കുകളുടെയൊക്കെ അർത്ഥം പറയാൻ വിട്ടുപോയി. അത് ബോർഡിൽ എഴുതാം. വേഗം എഴുതിയെടുത്തോളുക കേട്ടോ. ഇപ്പൊ അടുത്ത ഭാഗത്ത് പറയാൻ വിട്ടുപോയ അർത്ഥങ്ങളാണ് ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത്. താന്തർ, ക്ഷീണിതർ, വിയോഗം, വേർപാട് എഴുതിയെടുത്തോളുക. നദ്യാം, നദ്യാം എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. നദി എന്നതിനോടൊപ്പം സംസ്കൃത വിഭക്തി, നദിയുടെ അന്ത്യത്തിൽ സംസ്കൃത വിഭക്തി ചേർത്ത് നദ്യാം, നദിയിലൂടെ. ആധാരിക വിഭക്തിയുടെ, മലയാളത്തിലെ ആധാരിക വിഭക്തിയുടെ അർത്ഥം കിട്ടും. നദിയിലൂടെ, നദ്യാം എന്ന പ്രയോഗത്തിലൂടെ സംസ്കൃത വിഭക്തി ചേർന്ന പ്രയോഗമാണ്. നദ്യാം, നദിയിൽ കൂടി.
കാഷ്ഠം തടി, ചഞ്ചലം ക്ഷണികം, കളത്രം ഭാര്യ, പുത്രമിത്ര അർത്ഥകളത്രാദി സംഗമം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അർത്ഥം എന്താ? അർത്ഥം പൊരുൾ എന്നൊരു അർത്ഥമുണ്ട്. ഇവിടെ കാവ്യഭാഗത്ത് അർത്ഥത്തിന് ധനം അല്ലെങ്കിൽ സമ്പത്ത് എന്നാണ് അർത്ഥം. നൃണ മനുഷ്യർക്ക്. ഭാഗത്തെ ആശയവും അർത്ഥവും ഒക്കെ വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നമസ്കാരം.